ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് രാവിലെ നേരത്തെ ഒന്നും എണീറ്റിട്ടില്ല കേട്ടോ. കുറച്ച് നേരം വൈകിയൊക്കെയാണ് എണീറ്റിക്കണ്. മദ്രസ ഒന്നും ഇല്ലല്ലോ. അപ്പം ഇപ്പോൾ എണീറ്റ് വരുന്നുള്ളൂ കേട്ടോ. കണ്ണൊക്കെ ഒന്നും ഇതായിട്ടില്ല, ഉറക്കച്ചടപ്പ് തന്നെയാണ്. അപ്പോൾ നല്ല മഴ കേട്ടോ. മദ്രസ ഇല്ലല്ലോ രാവിലെ, അപ്പോൾ എണീക്കാനും ഒരു മടി. ഇന്നത്തെ മോർണിംഗ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നേരം വെളുത്തു, പക്ഷേ 6 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് മീനൊന്നും ഇല്ല. അപ്പം മീനൊക്കെ ട്രോളിങ്ങൊക്കെ അല്ലേ, മഴയും എല്ലാം കൂടി. അപ്പം മീനൊക്കെ കുറവാണ്. അപ്പം സാമ്പാറിനില്ല അതെല്ലാം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം തന്നെ വെച്ചാൽ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ. പിന്നെ കുറച്ച് സോയാബീന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എന്നാൽ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ദോശയാണ്. ദോശക്കുള്ള മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം സാമ്പാർ അങ്ങോട്ട് അടുപ്പത്ത് വെക്കാം. അത് അടുപ്പത്ത് കിടക്കട്ടെ. പിന്നെ നമുക്ക് സോയാബീനിലെ എല്ലാ മസാലകളും ഒക്കെ ഒന്ന് കൂട്ടി വെക്കാം. അപ്പം ഞാനിത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ചില ദിവസം ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അങ്ങനെയും വെക്കലുണ്ട്. ഇന്നപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നൂഹക്കുട്ടിക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല മഴ തന്നെയാണ് കേട്ടോ. രാവിലെ എണീക്കാനൊന്നും തോന്നണില്ല. അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ നൂഹക്കുട്ടിനെയും തന്നെ എണീപ്പിച്ചിട്ടൊന്നുമില്ല. കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഉറക്കം തന്നെ കിട്ടണില്ല എന്നൊക്കെ പറയുന്നത്. പിന്നെ രാവിലെ 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 9 മണി വരെ ഒരു റെസ്റ്റും ഇല്ലല്ലോ. പഠിപ്പും എഴുതലും ഒക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ കിടക്കാനൊന്നും സമയമല്ല. ഇനിയിപ്പോൾ ശനി ഞായർ സ്കൂളില്ല, പക്ഷെ അപ്പോൾ രാവിലെ പള്ളി ഉണ്ടാവും. അപ്പോൾ എണീക്കൽ എന്തായാലും നിർബന്ധമാണ്. അപ്പം അങ്ങനെ ഞാനിത് കൂട്ടി വെക്കട്ടെ. പിന്നെ നമുക്ക് ദോശ ചുടണം. ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ, അതും നടക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എന്നും രാവിലെ ഒരു 5 മണി നേരത്തെ എണീക്കുമ്പോൾ ഒരു 4:30 4:45 ആകുമ്പോൾ എണീക്കും. അല്ലെങ്കിൽ 5 മണി, ഏറിപ്പോയാൽ 5:30. അതിൻ്റെ അപ്പുറം ആവലില്ല കേട്ടോ. സ്കൂളിലെ ദിവസമൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ആവില്ല. ഇവരെ രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് പിന്നെ ഈ ഡ്രസ്സൊക്കെ മാറ്റി ആ ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോണ ഡ്രസ്സ് ഇട്ടാണ്ടല്ലല്ലോ പിന്നെ പള്ളിയിൽ പോവുക. പിന്നെ മഴയല്ലേ, നനയും. അപ്പോൾ അത് ഒക്കെ ഇട്ട് ചെറിയ കുട്ടികളായതുകൊണ്ട് നമുക്ക് എല്ലാം ഒരുക്കിയിട്ട് വേണമല്ലോ വിടാൻ. വലിയ കുട്ടികളാണെന്ന് വെച്ചാൽ പിന്നെ എണീപ്പിച്ചാണ് വിട്ട് വേണമെങ്കിൽ ഒക്കെ ഒരിടത്തോളം എന്ന് വിചാരിച്ചാൽ അപ്പോൾ അത് പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ അവിടുന്ന് വന്നിട്ടൊക്കെയാണ് യൂണിഫോം മാറ്റി. അപ്പോൾ ഒരു 9 മണി വരെ 8:40 ആവുന്നത് വരെ നമുക്ക് ഭയങ്കര ജോലി തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്കൂളില്ലെങ്കിൽ മദ്രസ ഉണ്ടാവും, മദ്രസ ഇല്ലെങ്കിൽ സ്കൂളുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കണുള്ളൂ. പിന്നെ 2 പപ്പടവും പൊരിച്ച് ഈ സോയാബീനും പിന്നെ കുറച്ച് സാമ്പാറും കൂടി ആയാൽ അത് മതി ഇന്ന്. അപ്പോൾ ഇന്ന് കടുക് വറുത്തൊഴിച്ചു. ഇനി അപ്പവും ചുടട്ടെ. ദോശ ചുടലും ഈ ഫ്രൈ ചെയ്യലും കൂടി ഇങ്ങനെ രണ്ടടുപ്പത്തും നടക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഷോർട്സ് വീഡിയോക്ക് ഇല്ല പോലെയൊന്നും വ്യൂ ഇല്ല ഈ ലോങ് വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. കുറേ കാലമായി ഞാനിതിൻ്റെ വജ്ജാലം ഇങ്ങനെ നടക്കണേ, ഒന്നും ആയിട്ടില്ല ഇതുവരെ. അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കും എന്ന് വിചാരിക്കണം. അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമാനമാവട്ടെ എന്ന് വിചാരിച്ചാണൊക്കെ തന്നെയാണ് തുടങ്ങിയത്.
അപ്പോൾ ഇതാ ചന്തയ്ക്ക് നോക്കി നിൽക്കുകയാണ് കാക്കകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്. അസ്സലാമു അലൈക്കും.